നമ്മുടെ കൂടെ ഉള്ളത് ഡയറക്ടർ ആയിട്ടുള്ള സംഗീത് ശിവൻ സാറാണ്. സാറിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. വെൽക്കം സർ. താങ്ക് യു. യോധയുടെ സെക്കൻഡ് പാർട്ട് എപ്പോൾ വരും, അല്ലെങ്കിൽ അതിന്റെ വിശേഷങ്ങൾ എന്താ? 3-4 ബട്ടന്മാർ കയറി നേപ്പാളിൽ പോയി ഒരു വല്ലാതൊരു വിയേർഡ് സ്റ്റോറി എടുത്ത്. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ എക്സ്പെരിമെന്റ്. ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, സംഗീത് യു ഹാവ് എ സബ്ജക്ട് ഫോർ സണ്ണി ഡ്യൂൾ ദാറ്റ് ഈസ് വർത്തി ഓഫ് എ മമ്മൂട്ടി. It was never made to happen. I don't want to go and do things which I've already done. ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡയറക്ടർ ആയിട്ടുള്ള സംഗീത് ശിവൻ സാറാണ്. സാറിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. വെൽക്കം സർ. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ശിവൻസ് കൾച്ചറൽ ഹബ്ബ് വരാൻ പോവാണ്. 27th ഇനോഗ്രേഷൻ ആണ്. അതിന്റെ വിശേഷങ്ങളാണ്. അതൊരു എന്താ പറയുക, ആ ഒരു സ്പേസ് ഇല്ലേ, അത് സ്റ്റുഡിയോയ്ക്ക് അടുത്തുള്ള സ്പേസാണ്. അപ്പോൾ അത് പണ്ടൊക്കെ അച്ഛനുള്ള സമയത്ത് അതൊരു കൾച്ചറൽ ഹബ്ബായിരുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ഒരുപാട് റൈറ്റേഴ്സ്, ഐ റിമെമ്പർ തോപ്പിൽ ബാസി, പത്മരാജൻ, ഇവരെല്ലാം അവിടെ വന്ന് ചായ കുടിച്ച് അന്നത്തെ പോലെ ഡിസ്കസ് ചെയ്യും ഫിലിമിനെ പറ്റി. പിന്നെ എക്സിബിഷൻസ് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് വയനാട്ടിലൊക്കെ അന്ന് വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ദിവസം മിനിസ്റ്റർ, എനിക്കത് ഡോക്ടർ അടിയോടിയാന്ന് തോന്നുന്നു അന്നത്തെ. അപ്പോൾ അച്ഛൻ അവിടെ എല്ലാം പോയായിരുന്നു, ഓൾ ഓവർ. പിന്നെ വയനാടൊക്കെ പോയിട്ട് വലിയ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് വി യൂസ്ഡ് ടു ഡു എക്സിബിറ്റ്സ്. അത് ഈ ആർട്ടിസ്റ്റ്, ഈ കഴിവില്ലാത്ത, ഐ മീൻ ഇൻ ദ സെൻസ് പൈസ ഒന്നും ഇല്ലാത്ത ആർട്ടിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവർ മിക്കവാറും ആ റൂം, ആ മേളത്തെ റൂമിൽ ദേ യൂസ്ഡ് ടു സ്റ്റേ. അപ്പോൾ ദേ യൂസ്ഡ് ടു സ്റ്റേ 10-12 days ആൻഡ് ദെൻ മേക്ക് 3 or 4 പെയിൻറ്റിങ്. അത് ഹി വിൽ ഹെൽപ്പ് സെൽ. അപ്പോൾ അങ്ങനെ ഈസ് ഓൾവേസ് ബീൻ എ പേഴ്സൺ ഹു ഇസ് ടു യുനോ ഹു ഹാഡ് എ വെരി ഗുഡ് കമ്മ്യൂണിറ്റി ബ്രാൻഡിങ് ആക്ച്വലി അന്നത്തെ ടൈമിൽ. ഞങ്ങളൊക്കെ പിന്നെ 4 സൈഡിൽ പോയപ്പോഴത്തേക്ക് അത്, അപ്പോൾ നൗ വി തോട്ട് ദിസ് കുഡ് ബി എ ട്രിബ്യൂട്ട് ടു വാട്ട് ഹി ഹാഡ് സെറ്റ് ഔട്ട് ടു ഡു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വെക്കാം. ബട്ട് ദ സ്പേസ് ഇസ് ദ സെയിം. നമ്മൾ കുറച്ച് മോഡേൺ ആക്കിയെന്നേ ഉള്ളൂ. ഇത് കുറേ നാളായിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു അതോ? അങ്ങനല്ല, നമ്മൾ അച്ഛൻ പഠിച്ചിട്ടിപ്പോൾ 2nd year ആണ്. അപ്പോൾ ദാറ്റ് സ്പേസ് അച്ഛനുള്ളപ്പോൾ അവസാനത്തെ ടൈമിലൊക്കെ ഇറ്റ് യൂസ് ടു വർക്ക് ആസ് എ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഇറ്റ് ഇസ് ഓൾവേസ് ബീൻ യൂസ്ഡ്. അപ്പോൾ ഇപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ഫോട്ടോഗ്രാഫി. ഇഷ്ടം പോലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും അത് ഉള്ള സമയത്ത് ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ആ ഒരു ഇത് വേണ്ട. അപ്പോൾ അവൻ എന്ത് ചെയ്യാം? അപ്പോൾ then we said, okay, why don't we continue what dad was doing in today's times. അപ്പോൾ ബേസിക്കലി ഇറ്റ്സ് കമ്മ്യൂണിറ്റി ബിൽഡിങ് എമോങ് എ കൾച്ചർ, നമ്മുടെ ആർട്ടിസ്റ്റിക് കമ്മ്യൂണിറ്റിയെ ഉൾക്കൊണ്ട്. ഐ വാണ്ട് ടു ബി എ സ്പേസ് വെയർ ഇപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഹി ക്യാൻ കം, വി മൈറ്റ് ഈവൻ ഗിവ് ഹിം ദ ക്യാൻവസ്, he just needs to paint and slowly see how it develops. It's a very nascent stage ആണ്. അപ്പോൾ when we met last about a month back, I had met Santosh in Bombay. But he said, why don't we start off with my workshop, and then when a Canon was involved, and then but this is your first step. Adinte oru success alla, we know what to do now. But as we do one by one, we will hopefully learn how to market and how to do these things. Okay. Then future projects എന്തൊക്കെയായിരിക്കും? അങ്ങനെ നമ്മൾ ഉടനെ ഒന്നും ഡിസൈഡ്, ബട്ട് ഞങ്ങളുടെ ഐഡിയ ഇസ് അറ്റ്ലീസ്റ്റ് 2 events per month. Okay, so most probably we are talking to this music person, tribal music person now. But he could be one of the next this thing. And then we have access to good many film people. But then what I thought, I don't want it to be just confined to film. Cinema മാത്രമല്ല, അത് ഫോട്ടോഗ്രാഫി മാത്രമല്ല, പല പല മേഖലയിൽ നിന്ന്. അപ്പോൾ we will take a gap. But eventually, definitely, ഇപ്പോൾ ശ്രീകർ പ്രസാദ് ആണെങ്കിലും റേസൽ പൂക്കുട്ടി ആണെങ്കിലും we will get them here for sure to do a like this, ഒരു വർക്ക്ഷോപ്പ്. അത് ഞാൻ ചെയ്യും. അത് പക്ഷെ അത് സിനിമ മാത്രമായിട്ട് എനിക്ക് പിന്നെ ഐ ഡോണ്ട് വോണ്ട് ടു ബി known as only cinema and photography. We would like to expand to every art. Okay. ഇത് ട്രിവാൻഡ്രമായിട്ട് മാത്രം നിൽക്കാനാണോ അതോ ഇതിങ്ങനെ? ഇല്ല, അതിപ്പോൾ നോക്കട്ടെ. ഇതിപ്പോൾ ചിലയിടത്ത് ഐ ഡോണ്ട് നോ, ഇതിപ്പോൾ ഇതിനൊരു വയബിലിറ്റി ഈസ് എ ബിഗ് തിങ്. നോ,
അപ്പോൾ അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ നമുക്ക് നോട്ട് ദറ്റ് വി വോണ്ട് ടു മേക്ക് മണി ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ എക്സ്പെൻസസ് ഇഫ് യു ക്യാൻ ടേക്ക് കെയർ ഓഫ്. സോ ഇപ്പോൾ വെളിയിൽ നിന്നൊക്കെ വരുന്നതാകുമ്പോൾ നമുക്ക് യു കാൺ ആസ്ക് ദം ടു കം പുട്ടിങ് ദെയർ മണി ഇല്ലേ. അപ്പോൾ ഒരു കോസ്റ്റ് ഇൻവോൾവ് ഉണ്ട്, ഒരു സ്റ്റേ ഇൻവോൾവ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മേ ബി we can think of doing it in different places. So Trivandrum definite, then Cochin would be the next hub. Other where we will organize the same thing but same style, പക്ഷേ ഇത് ഹോൾ അല്ലെന്നേ ഉള്ളൂ, വേറൊരു വെന്യൂവിൽ നമുക്ക് ചെയ്യാം. അത് എത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ അതെ അതെ. ഓക്കെ, ഇനി സാറിനെ കാണുന്ന സമയത്ത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, യോധയുടെ സെക്കൻഡ് പാർട്ട് എപ്പോൾ വരും, അല്ലെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറഞ്ഞു, ഇപ്പം നമ്മൾ ഒരു പടം, ഇപ്പോൾ യോധ എന്ന പടം നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനൊരു കൾട്ട് ഫിലിം ആകും എന്നൊന്നും നമുക്ക് ജസ്റ്റ് ഒരു വ്യത്യാസമായൊരു പടം ചെയ്യണം. 3-4 ഭട്ടന്മാർ കയറി നേപ്പാളിൽ പോയി ഒരു വല്ലാതൊരു വിയേർഡ് സ്റ്റോറി എടുത്ത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ എക്സ്പെരിമെൻറ്റ്. പക്ഷെ അന്നൊക്കെ നമ്മൾ തുടക്കമാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്താലും ഇറ്റ്സ് ഓക്കെ, ഐ മീൻ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, ബട്ട് വി വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അപ്പം യോധ വാസ് ഓൾവേസ് ദാറ്റ്. യോധ വാസ് അന്നൊക്കെ 36 ചേംബർ ഓഫ് ഷാവലിനൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഭയങ്കര ഇൻസ്പിറേഷൻ. അപ്പോൾ 36 ചേംബർ ഫോർ ഷാവലിൻ ഹൗ വിൽ യു ഡു ഇറ്റ് ഇൻ മലയാളം. അപ്പോൾ അതൊരു നിയറസ്റ്റ് ബുദ്ധിസ്റ്റ് കൺട്രി, ഓക്കെ, നേപ്പാൾ, അങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ടായതാണ്. അതൊക്കെ സംഭവിച്ചത്. ഇറ്റ് വാസ് നെവർ മെയ്ഡ് ടു ഹാപ്പൻ. അപ്പോൾ ഇപ്പോൾ യോധ 2 എന്ന് പറയുമ്പോൾ then there is a lot of expectation on your head already. അപ്പോൾ എന്ത് കഥ കിട്ടിയാലും അയ്യോ ഇത് could have been better, അല്ലെങ്കിൽ ഇത് ബെറ്റർ ആക്കണം, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഒരുപാട് പ്ലോട്ട് ലൈൻ ഞങ്ങൾ എഴുതി. അതൊക്കെ ഇങ്ങനെ ഓരോരോ റീസൺ കൊണ്ട് മാറ്റി മാറ്റി വെച്ചു. ഇപ്പോൾ വി ഹാവ് കം അപ്പ് വിത്ത് സംതിങ് വിച്ച് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ഐഡിയ. അത് നല്ല രീതിയിൽ ഡെവലപ്പ് ആയാൽ then we will പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഥയിലുള്ള കുറച്ച് ഈ സംഭവങ്ങൾ മാത്രം കൊണ്ടാണ് അതിങ്ങനെ നിന്ന് പോകുന്നത്. അതെ, വേറെ ബേസിക്കലി ഞങ്ങൾ അതിനെ അപ്രോച്ച് പോലും ചെയ്തിട്ടില്ല ഇതുവരെ. ബട്ട് വെൻ യു ഹാവ് നമ്മളൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ യു നോ യു ക്യാൻ ഗെറ്റ് ദ പീപ്പിൾ. ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും ദേ ആർ റെഡി. നോ, ഐ മീൻ ഇറ്റ്സ് നോട്ട് ലൈക്ക് അന്നത്തെ കൂട്ടല്ലോ. ഇപ്പോൾ ദേ നോ. സോ പക്ഷേ ഉള്ളി തെങ്ങി ദേ ഹവ് ഓൾ റീച്ച്ഡ് എ സർട്ടൺ സ്റ്റേജ്. ഇപ്പോൾ ശ്രീകർ പ്രസാദ് ആയാലും റഹ്മാൻ ആയാലും സന്തോഷ് ആയാലും ഇവരെല്ലാം വേറൊരു ലെവലിലെത്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ യോധ അന്ന് 30 years ബാക്ക് ഈ കഥ ഓരോരുത്തരോട് പറയുമ്പോൾ അവരിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ചെയ്യാം എവരി വൺ. അപ്പം അതേ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ പിന്നെ ഒരു കഥയിൽ നമുക്ക് ചെയ്യാൻ നോക്കുമെങ്കിൽ വെരി ഗുഡ്, വി വിൽ ഓൾ, ബിക്കോസ് നമ്മൾ അത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്, ഫീഡ് ഓഫ് അല്ലേ. ആ കഥ അവരെ അത്ര ഇമ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ്സ് ഈസി, ബിക്കോസ് ദീസ് പീപ്പിൾ ആർ ഓൾ ദേർ. ഈ മലയാള സിനിമ അന്നത്തിന് ഇത്രയും നാളത്തേക്ക് മാറി, ഇപ്പോൾ ഒരു 3 പതിറ്റാണ്ടായിട്ടുണ്ടാവും യോധ ഇറങ്ങിയ ശേഷമായിട്ട്. അപ്പോൾ അത്രയും മലയാള സിനിമ മാറുമ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇറക്കാന്ന് പറയുന്നതിൻ്റെ ഒരു ചലഞ്ചും ഉണ്ടല്ലോ. ഇറ്റ് ഈസ് അല്ല, ഇപ്പോൾ സിനിമയെ മാറിയില്ലേ. ഇപ്പോൾ നമ്മളൊക്കെ വെൻ വി യൂസ് ടു ഡു ഫിലിം, ഞങ്ങൾ സിനിമ ഉണ്ടാകുമ്പോൾ എന്താണ് ഒരു ഹീറോ സങ്കല്പമുണ്ട്. അത് പിന്നെ ഇറ്റ്സ് ഓൾ ഹീറോ ബേസ്ഡ് ആണ്. അപ്പോൾ കുറച്ച് ഫാൻറ്റസി എലമെൻ്റ് ഉണ്ടാവും, സ്ലൈറ്റ്ലി ഒരു എന്താ പറയുക ഹീറോയ്ക്ക് കുറച്ചും കൂടെ. മലയാളം ആയതുകൊണ്ട് ദേ കാൻ ഡു സൂപ്പർ ഹ്യൂമൻ, ബട്ട് എന്നാലും ഒരു സ്റ്റേജ് വരെ. പക്ഷെ ഇപ്പോഴത്തെ സിനിമ ഇറ്റ്സ് മോർ റിയലിസം, ഇറ്റ്സ് മോർ റിയലിസ്റ്റിക്. അങ്ങനത്തെ ഒരു എസ്കേപ്പിസ്റ്റ് ഫെയർ അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഇറ്റ്സ് മോർ റിയൽ. നൗ യോധ ക്യാൻ നെവർ ബി ദാറ്റ്. ദാറ്റ് ഗോസ് വിത്തൗട്ട് സേയിങ്. സോ ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഞാൻ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ ഒരിക്കലും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഈസ് ഐ എം നോട്ട് ടു വറീഡ്, ബിക്കോസ് ദ ഫിലിം ലെൻസ് ഇറ്റ് സെൽഫ് ടു എവറിത്തിങ് ടുഡേ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാൻറ്റസി ആയാലും ടുഡേ യു ഹാവ് VFX വിച്ച് ആർ ബെറ്റർ, വി ഹാവ് ആക്ഷൻ വിച്ച് ഇസ് ബെറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബിക്കം എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ പാക്കേജ്. സർ എന്ത് ചെയ്യുമ്പോഴും ഒരു വ്യത്യസ്തത അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഇതിനൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? I used to be a very avid film watcher. അപ്പോൾ അപ്പോഴൊന്നും എനിക്ക് സിനിമ വരണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല.
I used to be more of a sportsman. I used to be a more academics ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. ബട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ I used to be a very serious watcher of films. അപ്പോൾ യൂസ് ടു ഹാവ് ദി സ്മോൾ നോട്ട് ബുക്സ്. അപ്പോൾ ഞാൻ എഴുതി വെക്കുമായിരുന്നു അന്നൊക്കെ. അതിപ്പോഴും ഉണ്ട്. ഈവൻ യോധ ഓൾ ഹാസ് സ്കെച്ചസ്. അല്ല എന്നുവെച്ചാൽ അങ്ങനത്തെ സ്കെച്ചൊന്നും അല്ല, ചുമ്മാ മാച്ച് സ്റ്റിക് ഫിഗേഴ്സ്. സോ വാട്ട് എവർ ഐ ലൈക്ക് ദെൻ, അന്ന് കാസറ്റാണല്ലോ. അപ്പോൾ കാസറ്റ് ആകുമ്പോൾ ഇന്ന് എടുത്താൽ നാളെ കൊടുത്തില്ലെങ്കിൽ ഒരു 15 രൂപ കൂടെ. സോ യു സീ ഇറ്റ്, അപ്പോൾ തന്നെ പോസ് ചെയ്യുന്നു, ഓക്കെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് സിനിമറ്റോഗ്രാഫി ആവാം, എഡിറ്റ് ആവാം, മ്യൂസിക് ആവാം, എന്തുവാ വാട്ട് എവർ യു ലൈക്ക്. സോ അത് വിഷ് ടു മേക്ക് മാർക്കിങ്സ്. അപ്പോൾ അങ്ങനെ ഞാൻ സിനിമ ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. അപ്പോൾ ബട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു, അമ്മ ഓൾവേസ് വാണ്ടഡ് യു ടു ബിക്കം ഫസ്റ്റ് എൽഡസ്റ്റ് ചൈൽഡ്. സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താണ് ഉള്ളൊരു ടെൻഷനുണ്ട്. സോ ടേണിംഗ് പോയിന്റ് ഹാപ്പൻ വെൻ എനിക്ക് പിന്നെ SBIയിൽ പ്രൊബേഷണറി ഓഫീസേഴ്സിൻ്റെ ഇത് വന്നു, എല്ലാം കഴിഞ്ഞു. ഐ വാസ് സപ്പോസ് ടു ജോയിൻ ഇൻ രാജസ്ഥാൻ. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് അച്ഛനൊരു ഡോക്യുമെൻ്ററി ടു ബി ഷോട്ട് ഇൻ അരുണാചൽ, ലൈറ്റ് ഓവർ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഹീ കെയിം ഡൗൺ ടു ഹെൽപ്പ് അച്ഛ ടു ഷൂട്ട് ദിസ് ഫിലിം. ബട്ട് ദേ വർ ഗോയിങ് ടു അരുണാചൽ, ഐ വാസ് ഗോയിങ് ദിസ് സൈഡ് ടു രാജസ്ഥാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാൻ സന്തോഷം കൊണ്ടിങ്ങനെ ഇരുന്നപ്പോൾ സന്തോഷ് സെഡ്, വാട്ട് ചേട്ടാ യു ഗോയിങ് ടു ഡു എ 9 to 5 job? This was like a off hand, because he seen me do all this writing, you know. So he said, why? അപ്പോൾ പറഞ്ഞില്ല, വാട്ട് ഇസ് ദ തിങ്? കം വിത്ത് അസ്, നോ വിൽ ഗോ. അപ്പോൾ അന്നൊക്കെ വി ഹാഡ് എ സ്മോൾ ഔട്ട്ഡോർ യൂണിറ്റ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം അന്നൊക്കെ മിച്ചലായിരുന്നു. സോ ഇത് അൺലോഡിങ്ങും ലോഡിങ്ങും ഒക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ സപ്പോസ് ആൾ വന്നില്ല, ദെൻ വി യൂസ് ടു ഗോ വിത്ത് ദ ക്യാമറ. നമ്മുടെ എന്താ ക്യാമറ അറ്റൻഡൻ്റ് ആയിട്ട് പോകും. അപ്പോൾ അത് ക്യാമറ അറിയായിരുന്നു. അന്ന് നാഗ്ര 4.2 ഓൾസോ വി യൂസ് ടു റെക്കോർഡ്, സിങ്ക് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഈ പടം വാസ് ഓൺ സിങ്ക്, ഈ അരുണാചൽ പടം. അപ്പോൾ ഈ സെഡ് കം ലെറ്റ്സ് ഗോ. പിന്നെ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. ഐ ജസ്റ്റ് സെറ്റ് ഓക്കെ ലെറ്റ്സ് ഗോ ആൻഡ് വി വെന്റ്. അപ്പോൾ അമ്മ വാസ് ലിറ്റിൽ ഡിസപ്പോയിൻറ്റഡ്. ബാക്കി അച്ഛ ഓൾവേസ് വാണ്ടഡ് മീ നോട്ട് ടു ഡു, ബട്ട് ഹി നെവർ ടോൾഡ് ഇറ്റ്. പക്ഷേ ദാറ്റ് ചേഞ്ച് എവറിത്തിങ്. അപ്പോൾ അവിടെ ചെയ്യുന്നപ്പോൾ ഡോക്യുമെൻ്ററി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ സ്ഥിരമായിട്ട് അന്ന് ഫിലിം ഡിവിഷന് വേണ്ടി ചെയ്തത്. പിന്നെ യുനിസെഫ് അങ്ങനെ ഡോക്യുമെൻ്ററി ആയി. പിന്നെ സ്ലോലി വി വെന്റ് ടു ആഡ്സ്. അവിടെ വരെ ഓക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ വി ആർ ഹാപ്പി, ബിക്കോസ് നമ്മൾ എല്ലാം ഒരുമിച്ചല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ക്യാമറയ്ക്ക് വെളിയിൽ പോകണ്ട, ഞങ്ങൾ തന്നെ ചെയ്തു. അത് വാട്ട് എവർ ഇസ് ദ മണി ഈസ് അവർ മണി. അങ്ങനെയായിരുന്നു. ഇറ്റ് വാസ് ഗുഡ് ഫൺ, നോ പ്രോബ്ലം ടിൽ വൺ ഡേ സന്തോഷ്. അപ്പോൾ സന്തോഷം തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞു. എനിക്കൊന്ന് 2-3 പടം ചെയ്തെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, വൈ ഡോണ്ട് യു ട്രൈ യുവർ ഹാൻഡ് അറ്റ് ഫീച്ചർ. ഞാൻ പറഞ്ഞു, ഫീച്ചേഴ്സ് ഹാവ് നോട്ട് ഈവൻ അസിസ്റ്റഡ് എന്നോട്. ഞാൻ അങ്ങനെ ഫീച്ചർ. അപ്പോൾ അതാണ് ബെസ്റ്റ് ക്വാളിറ്റി. യു ഡു ജസ്റ്റ് ഡു വാട്ട് യു വാണ്ട്. അങ്ങനെ എഴുതിയ, അങ്ങനെയാണ് അതിലോട്ട് വന്ന ഫീച്ചർ ഫിലിമിലോട്ട്. സോ അങ്ങനെ ചോദിച്ചാൽ ഇൻസ്പിറേഷൻ അതൊരു ഫെസിലിറ്റേറ്റ് ചെയ്ത സന്തോഷം തന്നെ. ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളെന്ന് പറയുമ്പോൾ അപ്പോൾ സന്തോഷം അച്ഛൻ, ഓഫ് കോഴ്സ്, ബിക്കോസ് ഐ യൂസ് ടു ഹെൽപ്പ് ഡാഡ് ഓൾ ദ ടൈം. അപ്പോൾ എല്ലാ ഡോക്യുമെൻ്ററിയിലും ഫീച്ചർ ഫിലിംസിലും അച്ഛൻ്റെ കൂടെ. സാറിനൊരു ഡയറക്ടറായിട്ട് പ്രൊഡ്യൂസറായിട്ടൊക്കെ നമുക്കറിയാം, ഇടയ്ക്ക് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അഭിനയമോഹം മനസ്സിലുണ്ടായിരുന്നു? അതിപ്പോഴും ഇല്ല. പക്ഷേ പിന്നെ മലയാളത്തിൽ എൻ്റെ അടുത്തൊരു ഫ്രണ്ടാണ് ബിനു ഭാസ്കർ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞ റോൾ വേണം, ഓക്കെ. അങ്ങനെ ഒരു, പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി വൈ ആക്ടേഴ്സ് ആർ പെയ്ഡ് സോ മച്ച് മണി. വെരി ഡിഫിക്കൽട്ട്. നമ്മൾ ഓരോ സെക്കൻഡ് ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ടെൻഷനാണ്. നമ്മളൊരു ആസ് എ ഡയറക്ടർ നമ്മൾ ചുമ്മാ ആക്ഷനില്ലാതെ വൺ മോർ വിത്തൗട്ട് റിയലൈസിങ് വാട്ട് ദേ ഗോ ത്രൂ. അപ്പോൾ ഈ അഭിനയത്തിലെല്ലാം ഒരു വലിയൊരു അഡ്വാൻറ്റേജ്, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലംസ് ഓഫ് എൻ ആക്ടർ ബെറ്റർ ദാൻ ബിഫോർ. അപ്പോൾ അങ്ങനെ ഒരു പടം മലയാളത്തിൽ ചെയ്തു. അത് കഴിഞ്ഞ് ഹിന്ദിയിൽ ഒരു പടം ചെയ്തു. ഇപ്പോൾ ഇറ്റ് വാസ് കോൾഡ് സൂസി ക്യൂ. അത് ഹിന്ദിയാണ്. അത് പിന്നെ ഇതായിരുന്നു, സിങ് സൗണ്ടൊക്കെ ആയിരുന്നു, കഷ്ടപ്പെട്ടു. ഹിന്ദി കാരണം ഇപ്പോൾ ഒരു പടം ചെയ്യാറുണ്ട് പ്ലേ ബാക്ക്. അതിപ്പോൾ August 10 ലക്നൗ. But this has got nothing to do with my, it's just that the directors are personal friends
they think they have seen something in my face. I don't know എന്താണ് ഇതുവരെ ഞാൻ ചോദിക്കും അവരോട് എന്തായി കാണുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ബട്ട് മെയിൻലി ഞങ്ങൾ റീഡിങ്ങിന് പോകില്ല. അവിടെ ദർ ഇസ് എ നൈസ് തിങ് വെയർ യു ക്യാൻ ഗോ ഫോർ റീഡിങ്സ്. അപ്പോൾ സോ വെൻ യു ഗോ റീഡിങ് ഇവിടെ എന്തായാലും ഒരു മലയാളം ഇത് വെക്കുമല്ലോ, ബിക്കോസ് സിംഗ് സൗണ്ട് ആയതുകൊണ്ട് ഒരു മലയാളം ട്വാങ് ഉണ്ടാവുമല്ലോ. സോ കഴിയുന്നത് ഞാനത് മലയാളം ക്യാരക്ടർ ആക്കും. സോ ദാറ്റ് ഐ ക്യാൻ സ്പീക്ക് മലയാളം. കൂടെ ഉള്ളവർ മലയാളം പഠിക്കണം. അതാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. അല്ല പേടി നമുക്ക് അറിയാമല്ലോ. ഇപ്പം നമുക്ക് ഡയലോഗ് തെറ്റുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ നിന്നാൽ ക്യാമറ പിടിക്കുമെന്ന്. അപ്പോൾ അത് തെറ്റുമെന്ന് എനിക്കറിയാമെന്നുണ്ടെങ്കിൽ അങ്ങ് തിരിഞ്ഞ് അവിടെയൊക്കെ പോയി. അപ്പോൾ അങ്ങനത്തെ ടെക്നിക്കൊക്കെ ബിക്കോസ് യു ഡയറക്റ്റഡ് യു നോ. അല്ലാതെ അയ്യോ എക്സ്പീരിയൻസ് ഒന്നും. സന്തോഷ് ഓൾസോ ഡൺ വൺ ഫിലിം. സോ ഇറ്റ് ഇസ് ഗോട്ട് നത്തിങ് ടു വിത്ത് ഇൻട്രസ്റ്റ് ജസ്റ്റ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. യു ഓൾസോ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ എങ്ങനെ ഒരു റോൾ അപ്രോച്ച് ചെയ്യുന്നത്, അവരെന്ത് ഈസായിട്ടാണ് അവർ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പം ഞാൻ ഒരു പടം ചെയ്തത് പ്രകാശ് ജയുടെ ഓപ്പോസിറ്റ്. അപ്പോൾ ഈ പ്രകാശ് ജ എന്നൊക്കെ പറയുന്ന തിയേറ്ററിലൊക്കെ ഒരുപാട് ചെയ്ത ആളാണ്. അപ്പോൾ ഒരു സിമ്പിൾ സീനാണെന്ന് വെച്ചാൽ ഒരു ഓംലെറ്റ് തിന്നുകൊണ്ടിരിക്കുന്നു, ഫോർക്ക് ആൻഡ് നൈഫ്. ഓക്കെ, അതാണ് അന്ന് ഡയലോഗ് വരണം. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വായിലിടാന്ന് പറയുമ്പോൾ അയ്യോ അടുത്ത ഡയലോഗ് വരും, അത് വെക്കത്തില്ല. അയാൾ 2 ഓംലെറ്റ് തീർത്തിട്ട് ഞാൻ ഒരു കഷ്ണം പോലും കഴിക്കാൻ പറ്റില്ല. ബിക്കോസ് യു ആർ വെരി കോൺഷ്യസ്. ഇല്ല, ഒന്നാമത്തെ കാര്യം ഹിന്ദി അതിൻ്റെ അപ്പം അതൊക്കെ എന്ത് ഈസായിട്ടാണെന്നറിയാം അദ്ദേഹം ചെയ്യുന്നത്. കാരണം വെരി 2 ഫുൾ ഓംലെറ്റ് ആ ഫുൾ സീൻ ചെയ്തപ്പോൾ അയാൾ തീർത്തു, ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര ഇവിടെ വരെ പോലും എത്തിയിട്ടില്ല. അപ്പോൾ യു ലേൺ ഓക്കെ ദിസ് ഇസ് ഹൗ. അപ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെയായിരുന്നു, പറയും ഡോണ്ട് തിങ്ക് ഡയലോഗ്. അപ്പോൾ ഹീ ക്യാൻ സേ ദാറ്റ് ബിക്കോസ് ഹീ ഈസ് ഫ്രം ഹിന്ദി, നോ, സോ ഹീ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം മലയാളം ആണെങ്കിൽ മേ ബി വി ക്യാൻ ഡു. സർ ഹിന്ദിയിൽ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഹിന്ദി ബോളിവുഡിലേക്ക് പോകാനുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ ബോളിവുഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ? ബോളിവുഡ് അതാ ഭയങ്കര എൻ്റെ ലൈഫ്. ദർ ആർ 2 types of people. One is that Santosh. Santosh always had one vision that I will go, I will study cinematography and I will end up doing a course in the institute. He was very clear. In fact, I think first year BCom he left. He had gone to the institute. I wasn't like that. But I tried everything. Paditha undairunnu, whatever sports undairunnu. I loved films, so I'll watch films. But there was never a distinct path. So it's like, you know, you have a rock, right? അപ്പോൾ ആ റോക്ക് ഇങ്ങനെ വെച്ചാൽ ഭയങ്കര വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ. ബട്ട് ദ റോക്ക് ഡസ് നോട്ട് മൂവ്. ബട്ട് it does not stop the water also. The water finds a way around that rock and goes. My life is like that. I have never had a huge dream that I will become this. Whatever came my way, I used to, do. As a challenge, and somehow then found a way to course through. അപ്പോൾ ഹിന്ദി ഓൾസോ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, സംഗീത് ഡു യു ഹാവ് എ സബ്ജക്ട് ഫോർ സണ്ണി ഡ്യൂൾ. അപ്പോൾ നമ്മളെന്നൊക്കെ കേരളത്തിൽ സണ്ണി ഡ്യൂളിൻ്റെ പടമൊന്നും ആരും അങ്ങനെ കാണുന്നത്, നമ്മൾ മോർ അമിതാഭ് ബച്ചൻ ആ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഐ സോ സണ്ണി ഡ്യൂൾസ് ഫിലിംസ്. അപ്പോൾ അയാൾക്കൊരു ബേസിക് ഐഡിയ കിട്ടി, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം, ഡയലോഗിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ബിക്കോസ് ദ വേ ഹീ സ്പീക്സ്. അങ്ങനെ വി റോട്ട് എ സ്റ്റോറി ആൻഡ് വെൻ ടു സണ്ണി. സി ദ ഗ്രേറ്റ് തിങ് അബൌട്ട് സണ്ണിയൊക്കെ, ഞാനിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഞാൻ ഒരുപാട് പടമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഹി വാസ് വെരി ഓക്കെ, വളരെ അക്കോമഡേറ്റീവ് ആയിരുന്നു. ഓക്കെ സംഗീത് കം ലെറ്റ്സ് ഡു എന്ന് പറയും. അപ്പോൾ കഥ പറയാൻ ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് 6 months കഥ പറയാൻ. എന്നുവെച്ചാൽ അവരുടെയൊക്കെ ഹിന്ദിയിൽ അതൊരു വലിയൊരു കഥയാണ്. ബിക്കോസ് ഒരിക്കൽ മുഴുവൻ കേൾക്കത്തില്ല. ഒരു പോർഷൻ 2 സീൻ കേൾക്കും. അപ്പോൾ ലെറ്റസ് അത് വെള്ളിയാഴ്ച എന്ന് വെച്ചു. അപ്പോൾ പറയും ഓക്കെ ശനി ഞായർ നമുക്ക് കണ്ടാലേ പോകാം. കണ്ടാലെന്ന് പറയുമ്പോൾ ഒരു 4 മണിക്കൂറാണ് അവിടെ നിന്ന് ട്രാവൽ ചെയ്യണം. ഇപ്പോൾ അവർ രാവിലെ പിന്നെ നമ്മൾ വണ്ടി കയറി അവിടെ പോകും. അപ്പോൾ നമുക്കിത് കഥ എങ്ങനെയെങ്കിലും തീർത്താൽ മതി നമ്മുടെ ഇത്. അവിടെ വലിയൊരു ഫാം ഹൗസ് പോലെ ഉണ്ട് അവർക്ക്. രാവിലെ ചെന്ന ഉടനെ ക്രിക്കറ്റ് കളി തുടങ്ങും. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ചാൻസ് വേണ്ടേ കഥ പറയാൻ, അത് വെയിറ്റിംഗ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പൂളി ചാടും. അതെല്ലാം കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആഹാരത്തിന് സമയം ചപ്പാത്തിയൊക്കെ വരട്ടെ. അപ്പോൾ വലിയ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് അവർ ഇവിടെ നിന്ന് ഉറങ്ങും.
അപ്പോൾ നമ്മളിങ്ങനെ കഥ പറയാൻ വെയിറ്റിങ് അവിടെ ആൾ. അത് കഴിഞ്ഞാൽ നല്ല അവർക്കൊക്കെ അന്ന് നല്ല കേക്ക്. ഞാൻ ഇതേപോലെ ഒരു ചെരുപ്പും ഇതിട്ടുകൊണ്ട് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ പറയാം അന്ന് പക്കാം ലെറ്റ്സ് ഗോ ഫോർ എ ജോക്ക്. പട്ടിയുണ്ട്, 3-4 പട്ടികൾ, ഇയാളുടെ ട്രെയിനർ അവരെല്ലാം കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ കഥ ആ മലയില്ല, ആ മലയുടെ മേളിൽ വി ഹാവ് എ നൈസ് പ്ലേസ്. അപ്പോൾ ഇവർക്കൊക്കെ കേക്ക്സും മറ്റേതൊക്കെയാണ്. അപ്പോൾ അവർക്ക് സിമ്പിളാണ്. നമ്മൾ ചെരുപ്പിട്ട് 2 സ്റ്റെപ്പ് എടുക്കുമ്പോൾ 2 സ്റ്റെപ്പ് താഴെ വരും. നമ്മൾ മേളിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കംപ്ലീറ്റ് ഇത് പോയി. അപ്പോൾ സണ്ണി പറയും കേക്കാണ്. പറഞ്ഞു കേക്ക് ഐ എം ലൈക്ക് ഡെഡ് ടയർഡ്. അച്ഛല വിൽ ഡു ഇറ്റ് ആഫ്റ്റർ ഡിന്നർ. അങ്ങനെ ഇറ്റ് യൂസ് ടു ഗോ ഓൺ ആൻഡ് ഓൺ. 6 months എടുത്തു കഥ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ പല സ്ഥലം കണ്ടു. ഐ വെൻ ടു ഹൈദരാബാദ്, ഐ വെൻ ടു ഋഷികേഷ്, എവിടെ വേണോ പോവാം. ഇതേപോലെ 2 ദിവസം പോയി കഥ പറയുക, 2 സീൻ പറയും, പിന്നെ തിരിച്ചു വരും. 6 മാസം ഒരു ട്രിപ്പ്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വാസ്. പക്ഷേ വൺസ് ഹി സെഡ് ഓക്കെ, ബാക്കി അങ്ങനെ എല്ലാവരും വിചാരിച്ച പോലെ വലിയ പാടൊന്നുമില്ലായിരുന്നു. ഇറ്റ് വാസ് ഈസി. സർ ഹിന്ദിയിൽ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത രാഗ് മൂവി. അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തില്ല. പ്രൊഡ്യൂസ് ചെയ്തത് ബസു ഭട്ടാചാര്യയുടെ മോനാണ്, ആദിത്യ ഭട്ടാചാര്യ. ദാറ്റ് വാസ് മൈ ഫസ്റ്റ്. അന്നൊന്നും ഞാൻ സിനിമ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ചുമ്മാ ഈ ഡോക്യുമെൻ്ററി. അപ്പോൾ ഈ ബസു ഭട്ടാചാര്യ അച്ഛൻ്റെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ബോംബെ പോയാൽ അവരോട് താമസിക്കും, അവരിവിടെ വന്ന് ഇവിടെ താമസിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ ബസുത അതിങ്ങനെ മോനൊരു പടം ചെയ്യാനുണ്ട്, പിന്നെ എങ്ങനെ ശിവനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഓക്കെ ഐ വിൽ സെൻഡ് സന്തോഷ് ആൻഡ് സംഗീത്. അപ്പോൾ അന്ന് ഐ യൂസ് ടു ലുക്ക് ആഫ്റ്റർ പ്രൊഡക്ഷൻ. അപ്പോൾ പ്രസാദ് ലാബായിട്ടൊക്കെ നല്ലൊരു കോൺടാക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അക്ഫയുടെ സ്റ്റോക്കൊക്കെ പുതിയതായിട്ട് വന്നത്. അന്നൊക്കെ എല്ലാം കൊടാക്ക് അല്ലെങ്കിൽ ഫ്യൂജി. ആ സമയത്ത് അക്ഫ 500 ACയുടെ സ്റ്റോക്ക് ആദ്യമായിട്ട് വന്ന്. അപ്പോൾ ഐ സ്പോക്ക് ടു രമേശ്. അപ്പോൾ ഇദ്ദേഹം ടെസ്റ്റ് പോലെ ഒരു റീലൊക്കെ ഫ്രീ ആയിട്ട് തന്നു. അങ്ങനെ തുടങ്ങിയിട്ടിലൊക്കെ ഹോം മൂവി. അന്നൊക്കെ ആമിർ ഖാൻ എന്ന് പറയുന്ന ആൾ എന്താ പറയുക, ഇറ്റ് വാസ് ലൈക്ക് ഹി വാസ് ലൈക്ക് എ ഫ്രണ്ട്. ഞങ്ങളിപ്പോൾ വീട്ടിലിരിക്കുക ഇങ്ങനെ യൂണിറ്റ് നമ്മുടെയാണ്, ക്യാമറമാൻ നമ്മുടെ ഉണ്ട്, പിന്നെ ആ ഡയറക്ടർ വാസ് ആദിത്യാസ് ഫ്രണ്ട്. അപ്പോൾ ഫോൺ വിളിക്കുക, ആമിർ വാട്ട് യു ഡൂയിങ്? ഐ എം ഫ്രീ, കം ലെറ്റ് ഷൂട്ട്. ഇങ്ങനെയായിരുന്നു ഷൂട്ടിങ്. നോ പ്ലാൻ, ബിക്കോസ് പൈസ ഒന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ഷോട്ട് ലൈക്ക് എ ഹോം വീഡിയോ ആക്ച്വലി. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അന്ന് പിന്നെ പരിചയപ്പെട്ട ആൾക്കാരെല്ലാം ഇപ്പോഴും വലിയ ഫ്രണ്ട്സാണ്. അത് അന്ന് പരിചയപ്പെട്ട. അങ്ങനെ ആ ബോംബെയിലോട്ട് ഫസ്റ്റ് ട്രിപ്പ് ടു വാച്ച് ഹൗ ബോളിവുഡ് ഫിലിംസ് ആർ ഷോട്ട്. ആമിർ ഖാൻ്റെ ഫസ്റ്റ് മൂവിയാണോ? ആക്ച്വലി ഞങ്ങൾ പടം തീർത്തു ആദ്യം. അപ്പോൾ ഞങ്ങളെ വിളിച്ചു, നസീർ ഹുസൈനെ വിളിച്ചു. പറഞ്ഞു നസീർ ഹുസൈൻ അറിയാൻ വയ്യ ദാറ്റ് ആമിർ ഇങ്ങനൊരു പടം ചെയ്യുന്നു, നായക ഭാവം അറിയാൻ വയ്യ. അവസാനം ഞങ്ങൾ പടം തീർത്തപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഇങ്ങനെ അമീർ വേറൊരു പടം ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം വിളിച്ചു, പറഞ്ഞു ഞാനിത് അറിഞ്ഞില്ല, അപ്പോൾ ഇത് നിങ്ങൾ റിലീസൊന്നും ചെയ്യുന്നില്ല. പറഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനെ വി വിൽ വെയിറ്റ് ഫോർ കയമത്തൊക്കെ അത് തീർന്നിട്ടില്ല. പറഞ്ഞു അത് ഐ വിൽ ബി സ്പെൻഡിങ് ആ സമയത്ത് 2.5 crores ടു ലോഞ്ച് ഹിം, സോ പ്ലീസ് ഡോണ്ട് ഡു എനിത്തിങ് റാഷ്. അപ്പം ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചു ദാറ്റ് ദിസ് ഫിലിം വിൽ നോട്ട് ബി റിലീസ്ഡ് ബിഫോർ കയമത്ത്. ഞങ്ങൾ പടം നേരത്തെ തീർത്തി. പക്ഷേ ഓക്കെ ഓക്കെ. ഇതിനിടയ്ക്ക് സാർ ഒരു വെബ് സീരീസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാണോ അങ്ങനെ ഒരു? അല്ല, ആ കഥ സിനിമയായിട്ട് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതൊരു വളരെ മൂഡിയായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ദ പ്രോബ്ലം ഇറ്റ് ഈസ് നോട്ട് എ വെരി എൻജോയബിൾ എക്സ്പീരിയൻസ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചത് TV സീരിയലിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും പിന്നെ ഇത്. പക്ഷേ ഇറ്റ്സ് മോർ TV സീരിയൽ ദാൻ ഫിലിം. വളരെ ടൈറ്റായിട്ട് നമ്മൾ ചെയ്യണം. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഒരു ദിവസം എഡിറ്റഡ് ലെങ്ത് വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇറ്റ് ബിക്കംസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ഫോർ മീ. ബിക്കോസ് നമ്മൾ ഒരു നല്ല ഷോട്ട് കിട്ടിയില്ലെങ്കിൽ ഒക്കെ നാളെ എടുക്കാം. അങ്ങനെയൊക്കെ എടുത്താൽ വിൽ നെവർ മേക്ക് മണി നോർ ബട്ട് പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഇതാവും. ഈ പടം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തത്, ഈ വെബ് സീരീസ് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് ഫൈറ്റാണ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ. എനിക്കിങ്ങനെ വേണം, അപ്പോൾ ഇത്ര പൈസയാവും, ഇങ്ങനെ വേണം. അപ്പോൾ കുറേയൊക്കെ നമ്മൾ വിചാരിക്കുന്ന എഫക്റ്റൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല. Because you have to compromise at some time. അതുപോലെ അരവിന്ദ് സ്വാമിൻ്റെ ഡാഡി എന്ന് പറഞ്ഞ മൂവിയിൽ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മലയാളത്തിലേക്ക് വന്നത്.
അമീർ ഖാന്റെ പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് അരവിന്ദ് സാർ. അതെ ദാറ്റ് ഇസ് സി അരവിന്ദ് ഇസ് സ്റ്റിൽ മൈ ഫ്രണ്ട്. ഐ മീൻ ഇതൊക്കെ അന്ന് പിന്നെ കുറേ എല്ലാം ആക്ടേഴ്സ് വെർ ഓൾ worked with Santosh, so it was very easy for us to approach that actor because they have already worked. So Arvind was one such thing. Arvind he wanted to do some other language also, so adellam odu ottu vannunne ullu allade, but that access was always there. സെയിം ലൈക്ക് 1993 ജോണി എന്നുള്ള മൂവിക്ക് ബെസ്റ്റ് ചിൽഡ്രൻസിനുള്ള അവാർഡ് കിട്ടിയ മൂവിയായിരുന്നു. ശാന്തി കൃഷ്ണ മാം പിന്നെ ഒരു മാവും കൂടെ അഭിനയിച്ച സിനിമയായിരുന്നു അത്. അപ്പോൾ അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ആ സിനിമയുടെ? അത് ബേസിക്കലി ഡോൺ ബോസ്കോ, ദേ ആർ കോൾഡ് സെലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ ആണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രീസ്റ്റ്. ഡോൺ ബോസ്കോ ഇപ്പം ഞങ്ങൾ പഠിച്ചതൊക്കെ ജെസ്യൂട്ട് സ്കൂൾ അല്ല, ബട്ട് സെലേഷ്യൻസ് ആണ് ഹൂസ് ഇൻ ചാർജ് ഓഫ് ഡോൺ ബോസ്കോ സ്കൂൾസ്. അപ്പോൾ ഒരു വയസ്സായ ഡോക്ടർ ഫാദർ ഫിലിപ്പ് എന്നാണ് തോന്നുന്നു പേര്, ഇങ്ങനെ വളരെ വയസ്സായ ഒരാൾ. അതേ അച്ഛനെ വന്നിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഒരു സിനിമ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, വാട്ട് ഇസ് ദ കൈൻഡ് ഓഫ് ബഡ്ജറ്റ് യു ഹാവ്? ഹി സെഡ്, ഐ ഹാവ് നോ ബഡ്ജറ്റ്, ഐ കം ടു ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ ബഡ്ജറ്റ്. അപ്പോൾ അച്ഛൻ അന്ന് എനിക്ക് തോന്നുന്നു 5 ലക്ഷം അങ്ങോട്ടാണ് ടോട്ടൽ പറയുന്നത്. അപ്പം പറഞ്ഞു, എൻ്റെ കയ്യിൽ ശിവന് ഒരു പൈസ ഇല്ല, പക്ഷേ ദൈവം ഒരു വഴി കാട്ടി തരും എന്നൊക്കെ പറഞ്ഞ് പോയി. അവസാനം ഈ കെയിം ബാക്ക് ആഫ്റ്റർ അബൌട്ട് എ ഇയർ ആൻഡ് സെഡ്, ഐ ഡോണ്ട് ഹാവ് 5 ബട്ട് ഐ ഹാവ് 4. അങ്ങനെ ആവശ്യം പറഞ്ഞു, ഓക്കെ ചലോ ലെറ്റ്സ് നോട്ട് ഹാഗിൾ ഓവർ ദ പ്രൈസ്, ലെറ്റ്സ് മേക്ക് ഇറ്റ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇതൊക്കെ ഇറ്റലി നടക്കുന്ന സംഭവമാണ്. സോ വി ഹാവ് ടു ട്രാൻസ്പോർട്ട് ഇറ്റ് ടു കേരള. അപ്പോൾ ഇഫ് യു സീ ദ അവിടുത്തെ കോസ്റ്റ്യൂം എല്ലാം കണ്ടാൽ അതൊരു ഹൈബ്രിഡ് അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ. മൂന്നാറിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത്, മൂന്നാർ മാട്ടുപ്പെട്ടിയൊക്കെ, സോ ദാറ്റ് ദർ ആർ നോ കോക്കനട്ട് ട്രീസ്, അങ്ങനെ ചെയ്തൊരു പടമാണ് അത്. ദാറ്റ് ഇസ് ഹൗ ദാറ്റ്. അത് മറ്റേ ആ പയ്യനെന്ന ആൾ നമ്മുടെ പഴയ ശോഭനയുടെ മോനാണ്. ചെമ്പരത്തിലൊക്കെ അഭിനയിച്ചില്ലേ. ഹി വാസ് എ സൂപ്പർ സ്റ്റാർ ലേറ്റർ ഓൺ ഇൻ തെലുഗു. തരുൺ എന്ന് പറയും. അയാൾ വലിയൊരാളായി. പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ രോമാഞ്ചം നമ്മുടെ ഇവിടെ എല്ലാവരുടെയും അടിപൊളിയായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതാണ്. ഹിന്ദിയിൽ വരാൻ പോകുന്നു, സാർ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയായി? അതിപ്പോൾ ഞങ്ങൾ എഴുതി കഴിഞ്ഞു. ചെറിയ കഥ ബേസിക്കലി ഞങ്ങളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ ആ ഒരു സ്റ്റാർ കാസ്റ്റിലൊക്കെ ചെറിയ അവിടെ ഇപ്പോൾ ഒരു പെണ്ണും ഇല്ലെന്നെങ്കിൽ ഇറ്റ് ബിക്കം വെരി ബോറിങ് ഫോർ ദി മറ്റേ ആ ഓഡിയൻസ്. ഇവിടെ എല്ലാം ആണുങ്ങളല്ലായിരുന്നു. സോ വാട്ട് വി ഹാവ് ഡൺ ഇസ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഒരു ഇറ്റ്സ് എ ഡബിൾ സ്റ്റോറീഡ് ഹൗസ്. ടോപ്പ് സ്റ്റോറിൽ ദർ 2 ഗേൾസ് സ്റ്റേയിങ്, ബാക്കി എല്ലാവരും താഴെ. ആൻഡ് ദീസ് പീപ്പിൾ ഹാവ് ബിൻ ത്രോൺ ഔട്ട് ഫ്രം ദ ഏർലിയർ പ്ലേസ് ബിക്കോസ് ഓഫ് ദ വേ ദേ ലിവ്, ആൻഡ് ദിസ് ഇസ് എ ന്യൂ ഹൗസ്. ആ ഒരു ചേഞ്ച് മാത്രമേ നമ്മൾ. ആൻഡ് ബേസിക്കലി ഇതിനകത്ത് ഒരുപാട് ഈ 2007 നടക്കുന്നത്. അതെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2023 ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ 2007 കുറേ റെഫറൻസസ് വി ഹാവ് കെപ്റ്റ് ഇൻ ദ ഫിലിം വിച്ച് ആർ വെരി ഫണി. അതെല്ലാം നമ്മൾ എടുത്തിട്ട് ഇൻ ഹൈൻസൈറ്റ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടപ്പ് അതൊക്കെ ഇപ്പോൾ വരും അതിനകത്ത്. സോ ദാറ്റ് ടുഡേ ഇറ്റ് ബിക്കംസ് റെലവൻറ്റ്. പക്ഷേ അന്ന് ഇറ്റ് വാസ് എ മാഡ് ഐഡിയ അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ 2007 നടന്ന വേൾഡ് കപ്പ് നമ്മൾ ജയിച്ചു, അതിൻ്റെ ഒരു റെഫറൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് എടുത്തു. ബട്ട് വി കീപ് ദ സെയിം തിങ്. വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല. വി ആർ ട്രൈങ് ടു കീപ് ആസ് സിമ്പിൾ ആൻഡ് കോൺസെൻട്രേറ്റ് മോർ ഓൺ ദാറ്റ് കാമഡറി. സി രോമാഞ്ചത്തിലെ ആ രസം അതാണ്. ഈ 6-7 പേര് എങ്ങനെ, അതാണ് ഇറ്റ് വാസ് നൈസ്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ ചെയ്യാൻ പോകണം ഇതും. ഓക്കെ. ഇത് സാർ ചെയ്ത് വെച്ചിട്ടുള്ള മൂവികളൊക്കെ നോക്കുകയാണെങ്കിൽ മിക്കവാറും ലാലേട്ടനായിരുന്നു അതിലൊക്കെ നായകനായിട്ട് വന്നത്. അതങ്ങനെ അങ്ങനെ ചൂസ് ചെയ്തതാണോ അതങ്ങനെ സംഭവിച്ചു പോയതാണോ? നമ്മളൊരു ആക്ടറായിട്ട് അഭിനയിക്കുമ്പോഴേ സി ഫോർ എക്സാമ്പിൾ യോധ വാസ് മൈ ഫസ്റ്റ് ഫിലിം. അന്നൊക്കെ ഭയങ്കര നെർവസ് ആയിരുന്നു. ബട്ട് ദെൻ വൺസ് യു ഡു ദറ്റ് ഫിലിം ഒരു കൈൻഡ് ഓഫ് റാപ്പോ ഹാപ്പൻസ്. യു ഐദർ ജെൽ വിത്ത് ദറ്റ് ആക്ടർ വെൽ ഓർ യു ഡോണ്ട്. ബട്ട് വിത്ത് ലാൽ സാർ അങ്ങനല്ല. വി ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് വി ആർ ടുഗെദർ. ബിക്കോസ് നമുക്ക് എൻ്റെ പടങ്ങൾ അങ്ങനെ വലിയ ഹ്യൂമർ അല്ലെങ്കിൽ ദ വാസ് ഹ്യൂമർ വിച്ച് ലാൽ ഇസ് വെരി ഗുഡ് അറ്റ്. ആൻഡ് ദെൻ യു ആഡ് ഹി ഈസ് വെരി ഫ്ലെക്സിബിൾ. ദാറ്റ്സ് വൈ വി കുഡ് ഡു എ ഡാൻസ്
in Gandharvam, which അതുവരെ ലാലിനെ കൊണ്ട് അങ്ങനെ കൊറിയോഗ്രാഫ് ഡാൻസ് ഒന്നും നെഞ്ചിൽ കഞ്ചവാണോ ഒക്കെ നമ്മൾ അതിന് മുമ്പ് ഏത് മലയാളം പടം എടുത്താലും അങ്ങനെയൊന്നും ലാൽ സാർ ഡാൻസ് ചെയ്തില്ല. ബട്ട് യു ന്യൂ ഹിയർ ദ റിതം. അപ്പോൾ കുറച്ച് all actors no need that little push. We hit it off well. So, then of course the producer was Lal sir's brother-in-law. He's also Suresh. So we are all somehow we all had similar tastes. Okay. So it worked. അപ്പോൾ എങ്ങനെയാണെങ്കിലും മമ്മൂക്കയെ വെച്ചിട്ട് ഒരു പടം ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? No, I always wanted to. But again, we need to have a subject that is worthy of a Mammootty. I don't want to go and do things which I have already done. Okay. So I'm waiting for that kind of a script to come where I think I can proudly go and say, Mammootty, this is a challenging role for you. Angana one I'll go because that access is always open. We speak on WhatsApp at least every month. So all that is fine. But I won't go to any actor without a proper script. Yeah, there's no point out of it. Chaka enikku padam cheyano angane I don't want to. I will wait. I'll wait for that, and I'm sure we'll get because now we are sitting quite seriously on one of these stories which can feature Mammootty. സർ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരു സ്റ്റാറിനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ എപ്പോഴും എഴുതുന്നത്, അതോ കഥ കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ സ്റ്റാർ കാസ്റ്റിനെ കുറിച്ച് ആലോചിക്കാറുള്ളത്? 90% അങ്ങനെ അല്ല. See, for example, let us say ഒരു പടം ലൈക്ക് നിർണ്ണയം ഫോർ എക്സാമ്പിൾ. ഓക്കെ, when we started the film, ലാൽ സാർ അല്ലായിരുന്നു. ഇറ്റ് വാസ് മമ്മൂട്ടി who was supposed to do Dr. Roy Matthew. So the character was much more serious. The character was much more action oriented, but there was no fun element in that character. He was Mammootty, a very upright. But the moment Mammootty changed to Lal sir, then we sat down and said, no, this is boring for an actor like Lal sir. Because then we will add elements. So then he drinks. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. he was having a heart issue. അപ്പോൾ വിംബിൾഡൺ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സർജൻ എന്ന് പറയുന്നത് 80 years ഓൾഡാണ്. ഇങ്ങനെ വിസ്കി എല്ലാം കുടിയുമ്പോൾ കൈ ഇങ്ങനെ വിറയ്ക്കും, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ യു ആർ ഡൂയിങ് ബ്രെയിൻ അത് ഹാർട്ട് അറ്റാക്ക് അല്ല, ബ്രെയിൻ ഹെമറേജ് ആയിരുന്നു. സോ യു ഹാവ് ടു കട്ട് ഓപ്പറേറ്റ് ഓൺ ദ കാപ്പിലറി. അപ്പോൾ ആൻഡ് ദിസ് ഗെറ്റ് ഡ്രിങ്ക്സ് ലൈക്ക് ദിസ്, ഇങ്ങനെ വിറയ്ക്കുമെന്ന്. ബട്ട് ദ മൂമെൻറ്റ് ഹി പുട്സ് ദ സിസേഴ്സ് ഇൻ ഹിസ് ഹാൻഡ്, ഇറ്റ്സ് റോക്ക് സ്റ്റഡി. So this was the inspiration for Lal's character. Appo annappo he would drink, he would do anything, but when it comes to work, appo anganathe oru idam maati pinne comedy aaki. Then Jagadishinte character vannu, allekki Jagadish onnu illarunnu. We added stuff. We made Lal sing also. Ade appo angana see, each actor brings a different thing to the table ille. I always feel certain roles are meant for Lal sir, certain roles are meant for each other. They are very both of them are. But when you're doing humor, I would rather I'm more comfortable with Lal sir because I know what he will do in comedy. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ പേരെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം പറയല്ലോ. ഇപ്പോൾ അരവിന്ദ് സമീനെയും അമീർ ഖാനെയൊക്കെ, അതുപോലെ തന്നെ AR റഹ്മാൻ എന്ന് പറഞ്ഞ ആ വലിയ ഗായകനെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും സാറാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയില്ല. സി, ഹി ഹാഡ് ഓൾറെഡി വർക്ക്ഡ് ഓൺ റോജയിലെ ഒരു പാട്ട് ചിന്ന ചിന്ന ആശ വാസ് ഓൾറെഡി റെക്കോർഡഡ്. സോ ടെക്നിക്കലി ദെൻ റോജ ബിക്കംസ് ദ ഫസ്റ്റ് ഫിലിം ആക്ച്വലി ബിക്കോസ് യു ആർ ഓൾറെഡി റെക്കോർഡഡ് ഫോർ. പക്ഷേ ഞങ്ങൾ ഒരുപാട് വി യൂസ്ഡ് ടു ഡു എ ലോട്ട് ഓഫ് ആഡ്സ് ടുഗെദർ. അന്ന് റഹ്മാൻ അല്ലായിരുന്നു, ദിലീപ്. സോ വി യൂസ്ഡ് ടു ഡു ആഡ്സ്. അപ്പം അന്ന് ഹി വാസ് ദ ടോപ്പ് മോസ്റ്റ് ജിംഗിൾ പേഴ്സൺ. അതേ സ്റ്റുഡിയോയിലായിരുന്നു, കൊച്ചു സ്റ്റുഡിയോ. അങ്ങനെയാണ് പിന്നെ ഒരു വൺ ഓഫ് ദ ആഡ് ഫിലിം മേക്കേഴ്സ് വാസ് മണീസ് കസിൻ. അപ്പം അവരും സന്തോഷവും കൂടാണ് മണിയുടെ അടുത്ത് പോയി റഹ്മാൻ്റെ മ്യൂസിക്കിനെ പറ്റി പറയുന്നത്. അങ്ങനെ റോജ വരുന്നത്. അങ്ങനെ സന്തോഷ് പറഞ്ഞു, ഈസ് എ ഗുഡ് ബോയ്, വൈ ഡോണ്ട് യു ട്രൈ. അപ്പോൾ അങ്ങനെ പോയി വി മെറ്റ് ദിലീപ് ആൻഡ് I was one of the first few who heard Chinna Chinna Asha in the studio. But I said, this is totally different from what we heard that time.
അപ്പോൾ ഞാൻ പറഞ്ഞു റഹ്മാൻ ഇങ്ങനെയാണ്. അപ്പോൾ ഹീ ഈസ് വെരി സ്പെസിഫിക്. കഥ കേൾക്കണം, കഥ കേട്ടിട്ട് ദെൻ ഹി വിൽ സേ. അപ്പോൾ കഥ പറഞ്ഞു ചോദിച്ചാൽ ദിസ് വി ക്യാൻ ഹാവ് സം ഫൺ കംപ്ലീറ്റ്. അങ്ങനെ ഞാൻ ആക്ച്വലി നമ്മളെല്ലാവരും റഹ്മാൻ്റെ സോങ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ബട്ട് ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് യോധ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇറ്റ്സ് വെരി വെരി ഡിഫറെൻറ്റ്, വെരി വെരി സ്റ്റൈലൈസ്ഡ്. ഒരു ആഡ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ബിക്കോസ് ഹീ ഈസ് ഓൾസോ ഫ്രം ആഡ്സ്. അപ്പോൾ ഞങ്ങളുടെ കട്ടിങ്ങും എല്ലാം ആഡ്സ് പോലെയാണ്. അപ്പോൾ ഓരോരോ ഇതിൽ സിങ്ക് ചെയ്താണ് അന്ന് കളിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ശിവൻസ് കൾച്ചറൽ ഹബ്ബ് തന്നെയാണ്. അപ്പോൾ 27th അതിൻ്റെ ഉദ്ഘാടനമാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിലും എല്ലാ സ്ഥലത്തേക്കും എത്തട്ടെ. അതിനെല്ലാവിധ ആശംസകളും നേരുന്നു. സാറിൻ്റെ കൂടെ ഇത്ര നേരം ഇരിക്കാൻ പറ്റിയതിലും വലിയ സന്തോഷം. താങ്ക് യു. സെയിം ഹിയർ. ഓക്കെ.